ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഓർഗനൈസറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൾബിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ബൾബിൻ്റെ കവറില്ലേ അത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്നിൻ്റെയോ ഇതുപോലത്തെ ഷേപ്പുള്ള ബോക്സസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബൾബിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടി അതിൻ്റെ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന മേൽക്കൂര പോലത്തെ അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്ലൂ ഗണ്ണാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണിൻ്റെ ആ സ്റ്റിക്ക് കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും കേട്ടോ. ഇത് ഒട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഗ്ലൂ ഗണ്ണ് വരില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് റിസ്ക്കുള്ള പണിയായിരുന്നു ഈ പശ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒട്ടിയതിന് ശേഷം വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രഷ് കൊണ്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിൽ ആ ബ്ലൂ കളറൊന്നും ആ ബോക്സിൻ്റെ കളറില്ല, അതൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങളടുത്ത് സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. എൻ്റെ അടുത്ത് അപ്പോൾ ഇതില്ല, അതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ള് എല്ലാ ഭാഗത്തും ഞാൻ വൈറ്റ് ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് കോട്ട് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് കോട്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം കൊടുത്ത കോട്ട് ഇളകി പോരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തു, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആണ് സെക്കൻഡ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പർപ്പിൾ കളറ് കൊടുക്കുന്നുണ്ട്. പർപ്പിൾ ഹൗസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രഷും കൊണ്ട് ആദ്യം കൊടുത്തപ്പം പിന്നെ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ബ്രഷ് സ്പോഞ്ച് വെച്ചിട്ട് കൊടുക്കൂലേ, അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കപ്പോൾ ഇത് നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി എല്ലാ സൈഡും ഞാൻ ഒരുപോലെ പർപ്പിൾ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അടിച്ച് കൊടുത്തതിന് ശേഷം ഇതിന് പിന്നെ വേണ്ടത് നമ്മളെ വിൻഡോ വേണം, പിന്നെ ഒരു ഡോറൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയൊരു സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇതുപോലെ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു കറക്റ്റ് ഒരു വിൻഡോൻ്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ അധികം കൺഫ്യൂഷൻ ആക്കുന്നില്ല, കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അടുത്തത് ഞാനൊരു വിൻഡോ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനും ഇതുപോലെ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കറക്റ്റ് സ്ഥലം നോക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വിൻഡോയും ഒരു ഡോറുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് ഏതായാലും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയുള്ള പരിപാടി കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ യെല്ലോ കളറ് അതിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം വേറെ പരിപാടിയൊന്നുമില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി ഒരു ക്യൂട്ട് വീടായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.